ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ ചെടികൾക്ക് ചെയ്യാവുന്ന ഒരു വളപ്രയോഗമാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ഏത് ചെടികൾക്കാണെങ്കിലും ചെയ്തു കൊടുക്കാവുന്നതാണ്. നമ്മുടെ മണി പ്ലാന്റ്, അതേപോലെ കലാത്തിയ, അത്തരത്തിൽ ഏത് ചെടികൾക്കും നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന ഒരു വളമാണ് നമ്മൾ കാണിച്ചു തരുന്നത്. നമ്മളെ ചെടികളൊക്കെ ഹെൽത്തി ആയിട്ട് നിൽക്കാൻ വേണ്ടി നമുക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു വളം നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. നമ്മുടെ വീടുകളിൽ ജൈവവളം കമ്പോസ്റ്റാക്കി മാറ്റാൻ, നമ്മുടെ പച്ചക്കറി വേസ്റ്റുകൾ കമ്പോസ്റ്റാക്കി മാറ്റാറുണ്ട്. ആ ഒരു വളം നമ്മൾ സാധാരണ ചെയ്ത് കൊടുക്കാറുണ്ട്. അല്ലാതെ നമുക്ക് പച്ചച്ചാണകം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത് ചെയ്താൽ പറ്റുന്ന വളം. ഇതിപ്പോൾ നമ്മൾ പച്ചച്ചാണകം വെള്ളം നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്തതാണ്. അത് കുറച്ച് ചാണകം, നമ്മൾ പച്ചച്ചാണകം കിട്ടുകയാണെങ്കിൽ അത് വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം ലിക്വിഡായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതെങ്ങനെയെന്ന് കാണിച്ചു തരാം. നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു വളമാണ് നമ്മുടെ ചാണകം. ചാണകത്തിൽ തന്നെ പച്ചച്ചാണകം നമ്മൾ കലക്കി നേർപ്പിച്ച് വെച്ച് കൊടുക്കാറുണ്ട് പണ്ട് കാലങ്ങളിലെ ചെടികൾക്ക്. ഈ ഒരു വളം തന്നെയാണ് നമ്മുടെ ചെടികൾക്ക് എക്കാലവും നല്ല വളമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ജൈവവളം. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചാണകം കളക്ട് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളത്തിലേക്ക് വെച്ച് നമ്മൾ അതൊന്ന് അലിയിച്ചെടുക്കുകയാണ്. ഇരട്ടി വെള്ളം ചേർത്ത് നമ്മൾ ഇതേപോലെ നല്ല രീതിയിൽ അലിയിച്ച് വേണമെങ്കിൽ നമ്മൾ തരിച്ചിട്ടൊക്കെ വേണം നമ്മൾ ഇൻഡോറൊക്കെ ആയിട്ടുള്ള ചെടികൾക്ക് വെച്ച് കൊടുക്കാൻ. ഔട്ട്ഡോർ ആയിട്ടുള്ള ചെടികൾക്ക് ഈ രീതിയിൽ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. നേർപ്പിച്ച ചാണകവെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു വളത്തിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് പിണ്ണാക്ക് നമ്മൾ ഒന്നോ രണ്ടാഴ്ച മുന്നേ വെള്ളത്തിലിട്ട് പുളിപ്പിച്ച് വെച്ചിട്ടുള്ള പിണ്ണാക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു നല്ല വളമായിട്ട് നമുക്ക് എല്ലാ ചെടികൾക്കും യൂസ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഈ ചാണകം തന്നെ മതി. ചാണകവെള്ളം ഇതുപോലെ കലക്കി നമ്മൾ പുളിപ്പിച്ച് വെച്ചതോ അല്ലെങ്കിൽ കലക്കി അതേ സമയത്ത് തന്നെ നമുക്ക് പാരുകയൊക്കെ ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ ഒഴിക്കുകയാണെങ്കിൽ അതും നല്ലതാണ്. പഴയ കഞ്ഞിവെള്ളം നമ്മൾ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വളമായിട്ട് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതും ഈ രീതിയിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചാണകവെള്ളം കുറേശ്ശെ നമ്മൾ ചെടികളിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ചെടികൾ നനച്ചു കൊടുക്കാം. ചാണകവെള്ളം ആകുമ്പോൾ നമ്മളെ ചെടിയുടെ ഇലകളിലൊക്കെ ആവും. അപ്പോൾ ആ ഇലകളിൽ പറ്റി പിടിച്ച് അത് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകാത്ത രീതിയിലൊക്കെ ആയി മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ ചെടി നനയ്ക്കുന്നതിന് തൊട്ട് മുന്നേ വേണം നമ്മൾ ഈ ചാണകവെള്ളം നേർപ്പിച്ച് ഒഴിക്കുന്നത്. ചുവട്ടിലേക്ക് നേരിട്ട് ഒഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നനയ്ക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ നമുക്ക് ഈ ഒരു വളം ചെയ്ത് കൊടുത്താൽ മതി. നനച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇലകളൊക്കെ ക്ലീനായി കിട്ടുകയും ചെയ്യും. നല്ലൊരു വളമാണ്. നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നതായിട്ട് കാണാം. പച്ചച്ചാണകം ഡയറക്റ്റായിട്ട് നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കരുത്. അത് ചെടിയുടെ ചുവട് അഴുകി പോകാനും ചെടി നാശമായി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ നേർപ്പിച്ച് ഒഴിക്കുന്ന വെള്ളം നമുക്ക് ഏത് ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കലാത്തികൾക്കും നമ്മൾ ഇതേപോലെ ഇടയ്ക്ക് വളം ചെയ്ത് കൊടുക്കാറുണ്ട്. കലാത്തികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടി ഔട്ട്ഡോറായിട്ട് വെച്ച ചെടികളൊക്കെ നമുക്ക് ഈ ഒരു വളം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇൻഡോറായിട്ട് നമ്മൾ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. അതും കൂടി നമ്മൾ ഈ ഒരു വളം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇത് നല്ല രീതിയിൽ നേർപ്പിച്ച് നമ്മൾ അതൊന്ന് തരിച്ചെടുത്തിട്ടാണ് നമ്മൾ ഇൻഡോറായിട്ട് വെച്ചിട്ടുള്ള ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാറ്. ഇൻഡോറായിട്ട് നമ്മൾ മെയിനായിട്ട് നമ്മൾ മണി പ്ലാന്റുകൾ, അതേപോലെ കലാത്തിയകൾ, അഗ്ലോണിമ ചെടികളൊക്കെ നമ്മൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ പോട്ടിലാണെങ്കിൽ ആ രീതിയിൽ കുറഞ്ഞ അളവിൽ മാത്രം നമ്മൾ ഈ ഒരു വളം നമ്മൾ ഒഴിച്ചു കൊടുക്കാറുള്ളൂ. നമ്മൾ ഇൻഡോർ ആയിട്ടുള്ള പോട്ടുകളിലൊക്കെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം. വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ വേണം ചെയ്ത് കൊടുക്കാൻ. വളരെ നേർപ്പിച്ചിട്ട് നമ്മൾ എപ്പോഴാണ് നനയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് വേണം നമ്മൾ ഈ വളം ഒന്ന് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം കലാത്തികളൊക്കെ നമ്മൾ ഈ ഒരു വളത്തിൽ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഏത് ചെടികൾക്ക് വേണമെങ്കിലും ഈ ഒരു വളം നമുക്ക് കൊടുക്കാവുന്നതാണ്. നമ്മൾ സിങ്കോണിയം ചെടികളാണ്. സിങ്കോണിയം ചെടികൾക്ക് നമുക്ക് കഞ്ഞിവെള്ളം നമ്മൾ പുളിപ്പിച്ച് അത് ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇടയ്ക്ക് നമ്മൾ ഇതേപോലെ ചാണകവെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. നമ്മൾ കുറച്ച് എപ്പീസിയ ചെടികളൊക്കെ നമ്മുടെ ചട്ടികളിൽ നിലത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എപ്പീസിയ ചെടികൾക്കും നല്ലൊരു വളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളൊരു ചട്ടിയിൽ എപ്പീസിയ ചെടികൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 വർഷം നമുക്ക് ആ ചട്ടിയിൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ചെടികൾ വളരും. അപ്പോൾ റീപോട്ടിങ്ങിൻ്റെ സമയത്ത് മാത്രമേ നമ്മൾ ഈ ഒരു ചെടികൾക്ക് പിന്നീട് വളങ്ങൾ ചെയ്ത് കൊടുക്കാറുള്ളൂ. ലിക്വിഡായിട്ട് നമ്മൾ ഈ വളങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഈ റിസൾട്ട് കിട്ടുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ട് ചെടികൾ വളരുകയും ചെയ്യും. ഈ രീതിയിലൊക്കെ നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വളപ്രയോഗം ചെയ്ത് നമുക്കൊരു ഗാർഡൻ വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. പല രീതിയിൽ ഡെക്കറേറ്റീവായിട്ടൊക്കെ നമുക്ക് ചെടികൾ വളർത്തിയെടുക്കാനും പറ്റും. രാസവളങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും. പക്ഷേ നമ്മുടെ ബിഗോണിയ ചെടികളിൽ ഈ ഒരു വളം നമ്മൾ
ശ്രദ്ധിച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. നല്ല രീതിയിൽ നേർപ്പിച്ചിട്ട് വേണം ബിഗോണിയ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ. ബിഗോണിയ ചെടികൾക്ക് എപ്പോഴും നല്ലത് നമ്മുടെ ഉണക്ക ചാണകപ്പൊടി തന്നെയാണ്. ഉണക്ക ചാണകപ്പൊടി നമ്മൾ മണ്ണിൽ മിക്സ് ചെയ്തിട്ട് അത് ചുവട്ടിൽ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അത്രമാത്രം മതി നമ്മുടെ ബിഗോണിയ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ ബിഗോണിയ ചെടികളാണെങ്കിൽ നല്ല മഴയുള്ള സമയത്ത് നമ്മൾ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ ശ്രദ്ധിക്കണം. നമ്മൾ ചട്ടികളിൽ വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ ചെടി കേടായി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വളപ്രയോഗം എങ്ങനെ നോക്കാം.